ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിൽ നിന്നും ഇറങ്ങില്ല. വിചാരണ കോടതി അനുവദിച്ച ജാമ്യത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ തുടരും. 3 ദിവസത്തിനകം വിധി പറയാമെന്ന് ഡൽഹി ഹൈക്കോടതി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എന്താണ് കോടതി നടപടിയുടെ വിശദാംശങ്ങൾ? 2-3 ദിവസത്തിനകം 2-3 ദിവസത്തിനകം വിധി പറയാം എന്ന ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. താൽക്കാലികമായി അരവിന്ദ് കെജ്രിവാളിന് ഇന്നത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആശ്വാസം അനുവദിക്കാനായിട്ട് കോടതി തയ്യാറായില്ല. കോടതിയിൽ ഇരുവിഭാഗങ്ങളും ശക്തമായിട്ടുള്ള നിലപാടുകളാണ് ആവർത്തിച്ചത്. അതിൽ കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെട്ടത് തനിക്കെതിരെ തെളിവില്ല, തനിക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള രേഖകളില്ല, തനിക്കെതിരെ ഉള്ളത് ചില പ്രതികൾ പറഞ്ഞ കേസിലെ പ്രതികൾ പറഞ്ഞ ചില ആരോപണങ്ങൾ മാത്രമാണ്. ഈ ആരോപണങ്ങളെ സാധൂകരിക്കാൻ മറ്റ് തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് താൻ ജയിലിൽ കഴിയേണ്ടത് എന്നത് അടക്കമുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഷേക് സിംഗ്വി ഉന്നയിച്ചത്. എന്നാൽ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ട് ഈ ചോദ്യത്തെ എതിർത്തു. ഇ ഡി പറഞ്ഞത് ഈ വിഷയത്തിൽ ഏറ്റവും അവസാനം സുപ്രീം കോടതിയാണ് അരവിന്ദ് കെജ്രിവാൾ എത്തിയത്. ആ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ അറിയിച്ച കാര്യങ്ങൾ തന്നെയാണ് വിചാരണ കോടതിയിലും അദ്ദേഹം പറഞ്ഞത്. അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം നീട്ടാൻ തയ്യാറാകാതെ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ അപേക്ഷ തള്ളിയത്. എന്നാൽ വിചാരണ കോടതി അതേ വാദങ്ങളെ അംഗീകരിച്ച് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി. സുപ്രീം കോടതി അംഗീകരിച്ച വാദങ്ങളെ വിചാരണ കോടതി തള്ളിക്കൊണ്ട് എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാനാവുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി പറഞ്ഞത്. ഈ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വിചാരണ കോടതിക്ക് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന വാദവും ഇ ഡി ഉന്നയിച്ചു. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. രേഖകളടക്കം അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുണ്ട്. പൊതുമണ്ഡലത്തിലെ രേഖകളുമായി താരതമ്യം ചെയ്താൽ ഈ വിവരങ്ങളെല്ലാം വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യവും നിലവിലുണ്ട്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കാട്ടുന്ന ജാമ്യത്തിനായി അടക്കം കാട്ടുന്ന ഈ ശ്രമം അത് തെളിവ് നശിപ്പിക്കാൻ അടക്കമുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആണെന്നായിരുന്നു ഇ ഡിയുടെ വാദം. ഏതായാലും രണ്ടു വിഭാഗത്തിന്റെയും വാദങ്ങൾ ഇ ഡി ഹൈക്കോടതി കേട്ടു, ഡൽഹി ഹൈക്കോടതി കേട്ടു. 2-3 ദിവസത്തിനകം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.